കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് പാടുപെട്ടാ കേട്ടോ ഈ ചിക്കൻ സാറിന് ഇതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഇതാണ്. ചിക്കൻ ഇങ്ങനെ താഴെ ഇങ്ങനെ മുട്ടിക്കിടക്കുമായിരുന്നേ. പിന്നെ ഞാൻ അതൊരു വേറൊരു പാനിലോട്ട് മാറ്റി അടിയിൽ വെജിറ്റബിൾസും വെച്ച് ഗ്രില്ല് ചെയ്യാൻ കയറ്റി. ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കേട്ടോ ചിക്കൻ കണക്ട് ചെയ്യുന്ന ഒരു സാധനം കൂടെ വെക്കണമായിരുന്നു, എന്നാലേ അത് റൊട്ടേറ്റ് ചെയ്യത്തുള്ളായിരുന്നു കേട്ടോ. എന്തായാലും നെക്സ്റ്റ് ടൈം ഗ്രില്ല് ചെയ്യുമ്പം അതും കൂടെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കണം. എന്തായാലും ഇപ്രാവശ്യം ഗ്രില്ല് ചെയ്തത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എൻ്റെ ഗ്രിൽ ചിക്കൻ. ആദ്യമായിട്ട് ഉണ്ടാക്കുവാണെങ്കിലും നല്ല സംഭവം സെറ്റ് സാധനമായിരുന്നു കേട്ടോ. ഒത്തിരി ഓവർ കുക്ക് ആകാതെ നല്ല ജ്യൂസി ആയിട്ട് ടെൻഡറായിട്ട് ചിക്കൻ കിട്ടി. ഒരേ ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു, പൊട്ടറ്റോ കുറച്ചും കൂടെ ഒന്ന് കുക്കാവാനുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാൻ വെച്ചിരുന്നെങ്കിൽ അതും നല്ല അടിപൊളിയായിട്ട് കിട്ടിയേനെ. പണ്ട് ബക്കറ്റ് ചിക്കനൊക്കെ ഉണ്ടാക്കി ഫുൾ അട്ടർ ഫ്ലോപ്പായി പോയതാണ്. പിന്നെ ഞാൻ ഈ പരിപാടിക്ക് പോയിട്ടില്ല. ശിവ കുറേ നാളായിട്ട് എന്തെങ്കിലും ഒന്ന് ഗ്രില്ല് ചെയ്തതാന്ന് പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നേ. അങ്ങനെ ഗ്രില്ല് ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഫ്ലോപ്പ് ആവുമെന്നാണ് വിചാരിച്ചത്. സംഭവം സക്സസ് ആയി. ഒരു 2 മണിക്കൂറാണ് കേട്ടോ ഞാൻ മസാല തേച്ച് വെച്ചത്. ഓവർനൈറ്റ് മസാല തേച്ച് വെച്ചിരുന്നെങ്കിൽ ഇനിയും കുറച്ചുകൂടെ നന്നായിട്ട് ഫ്ലേവർഫുള്ളായിട്ട് കിട്ടിയേനെ. ചിക്കൻ എന്താ കറങ്ങാത്തതെന്ന് ഓർത്ത് എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ആ ഒരു കണക്ടർ ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ അതിങ്ങനെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തേനെ. പിന്നെ ഞാൻ ആ പൊട്ടറ്റോ ഒന്നും കൂടെ ബേക്ക് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് മധുരൈ സ്പെഷ്യൽ സാൽന പൊറോട്ട വാങ്ങിച്ചേ. അതും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മനസ്സും വയറും നിറച്ച് ഫുഡ് കഴിച്ചു. അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം. ബൈ. എൻ്റെ ഫേവറേറ്റ് സാധനം